മണാലിയിൽ കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് 1000-ഓളം വാഹനങ്ങൾ കുടുങ്ങി. രാജ്യത്തെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഹിമാചൽ പ്രദേശിലെ മണാലി. നിലവിൽ കനത്ത മഞ്ഞുവീഴ്ചയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇതോടെ വിനോദസഞ്ചാരികളുമായി എത്തിയ 1000-ഓളം വാഹനങ്ങൾ മഞ്ഞിൽ മുന്നോട്ട് നീങ്ങാനാവാതെ കുടുങ്ങി. തുടർന്ന് മണിക്കൂറുകളോളം സഞ്ചാരികൾ വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഒടുവിൽ അധികൃതരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. റോത്തകിലെ അടൽ ടണലിനും സോളങ്കിനും ഇടയിലുള്ള പ്രദേശത്താണ് തിങ്കളാഴ്ച കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടായത്. അധികൃതർ നൽകുന്ന വിവരമനുസരിച്ച് ഏകദേശം 1000-ഓളം വാഹനങ്ങൾ ഇവിടെ നീണ്ട ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ടു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാഹനങ്ങൾക്ക് നീങ്ങാൻ കഴിയാതെ വന്നതോടെ പോലീസുകാർ രക്ഷാപ്രവർത്തനം തുടങ്ങുകയായിരുന്നു. 700-ഓളം പേരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായി അധികൃതർ വ്യക്തമാക്കി. മഞ്ഞുവീഴ്ച തുടരുന്ന സാഹചര്യത്തിൽ യാത്രക്കാരെയും സഞ്ചാരികളെയും അവരുടെ വാഹനങ്ങളുമായി മുന്നോട്ട് നീങ്ങാൻ പോലീസുകാർ സഹായിക്കുന്ന ദൃശ്യങ്ങളും പലരും ദൃശ്യമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. പ്രാദേശിക അധികൃതരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി രംഗത്തുണ്ട്. ക്രിസ്മസ് പുതുവത്സര സീസൺ ആയതോടെ വലിയ തോതിൽ സഞ്ചാരികൾ മണാലിയിലേക്ക് എത്തുന്നുണ്ട്. ഇത് കാരണം പ്രദേശത്ത് നിലവിൽ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 2 ആഴ്ചയിലെ ഇടവേളയ്ക്ക് ശേഷം ഡിസംബർ 8-ാം തീയതിയാണ് മഞ്ഞുവീഴ്ച വീണ്ടും തുടങ്ങിയത്. കോവിഡ് കാരണം പ്രതിസന്ധിയിലായിരുന്ന വിനോദസഞ്ചാര മേഖല ഇപ്പോൾ പുതിയ പ്രതീക്ഷകളിലുമാണ്. യാത്ര ദുഷ്കരമാണെങ്കിലും മണാലിയിൽ മഞ്ഞുവീഴ്ച കാണാനെത്തുന്നവരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല.